സുബ്ഹാനല്ലാഹ്, രണ്ടായത്തുകളെ പറ്റി നബി തങ്ങൾ പറഞ്ഞ വാക്കുകളെ സ്വർഗത്തിലെ നിധികളായി പഠിപ്പിക്കപ്പെട്ട രണ്ടായത്തുകൾ. അതായത് അർശിൻ്റെ ചോട്ടിൽ നിന്നും നിധികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത രണ്ടായത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മതിയായ രണ്ടായത്ത്. അതായത് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ കാര്യങ്ങൾക്കും കഫത്താഹു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഈ രണ്ടായത്ത് മദീന, ഈ രണ്ടായത്തുകൾ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന രണ്ടായത്തുകൾ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് നബി തങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തന്നത്, നേട്ടങ്ങൾ പറഞ്ഞു തന്നത്. ഇന്നത്തെ വീഡിയോ നമുക്കതൊന്ന് കേൾക്കാം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മതിയായ രണ്ടായത്തുകൾ ഓതേണ്ടത്, ഏതാണ് ആ രണ്ടായത്തുകൾ, എന്താണ് അതിന് കിട്ടുന്ന നേട്ടങ്ങൾ എന്നൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായൊക്കെ രേഖപ്പെടുത്തുക. മുഴുവനായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, വന്നുപോയ ഭാഗങ്ങൾക്ക് അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ, സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാഹ് കമൻറ്റായി രേഖപ്പെടുത്താം. ഇല്ലേ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന മുഴുവൻ നിഅമത്തുകളെയും അവൻ നിലനിർത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. നല്ലൊരു ആമീൻ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ പലപ്പോഴും പല ആളുകളും വിഷമം പറഞ്ഞ് സങ്കടം മനസ്സാതെ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല എന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒന്നും നടക്കണില്ല എന്ന് വിഷമം പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും, ഉറപ്പാണ്. ഇന്നത്തെ വീഡിയോ അത്തരത്തിലുള്ള ആളുകൾക്ക്, അതായത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന സങ്കടം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ വീഡിയോ ഉറപ്പായും ഉപകാരപ്പെടും. ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടൂല എന്നല്ല, മറിച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവരല്ലേ ബാക്കിയുള്ളവരെക്കാട്ടി മെച്ചം. അതുകൊണ്ട് പറഞ്ഞാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എന്താ പറയുന്നത് അറിയോ? സ്വർഗത്തിലെ നിധിയായി പഠിപ്പിക്കപ്പെട്ട രണ്ടായത്തുകൾ. അൻസലല്ലാഹു ആയത്തൈനി മിൻ കുനൂസിൽ ജന്ന എന്ന് തന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ നിധികളായിട്ട് രണ്ടായത്തുകളെ ഇറക്കി. ആയത്തുൽ എന്താണ്? കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട രണ്ടായത്തുകൾ. കത്തബഹുമ അർ റഹ്മാനു ബിയദിഹി ഖബ്ല അൻ യഖ്ലുഖൽ ഖൽഖ ബി അൽഫി സന. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സൃഷ്ടികളെ അള്ളാഹു പടയ്ക്കുന്നതിൻ്റെ 2000 കൊല്ലങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തുകൾ എന്നാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടത്? സൃഷ്ടികളെ അള്ളാഹു പടയ്ക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എന്ത് ചെയ്തു? പടച്ചിട്ടുണ്ട്. എന്നിട്ട് പറയണം മൻ ഖറഅഹുമ, ആരെങ്കിലും ഒരാൾ ഈ രണ്ടായത്തുകൾ ഓതി, എന്നാൽ ബഅദൽ ഇശാഇ എന്ത് ചെയ്തു? ഇശാഇൻ്റെ ശേഷം, ഇശാഇന് ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ ഈ രണ്ടായത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തികൾക്ക് ഈ ഖിയാമുൽ ലൈൽ, ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവരുടെ പ്രതിഫലം എഴുതും. ഈ രണ്ടായത്ത് ഓതിയാൽ മതി. ഇശാ നിസ്കരിച്ചതിന് ശേഷം ആരെങ്കിലും ഉള്ള ഈ രണ്ടായത്ത് അങ്ങോട്ട് ഓതി, എന്നാൽ ആ രാത്രി മുഴുവൻ ഖിയാമുൽ ലൈൽ നിന്ന് നിസ്കരിച്ച ആളുകൾക്ക് കൊടുക്കുന്ന നേട്ടം എത്രയാണോ ആ നേട്ടം അള്ളാഹു അങ്ങോട്ട് കൊടുക്കും. വളരെ ചെറിയൊരു അതിനുള്ള ഫളിൽ, ശ്രേഷ്ഠത പറഞ്ഞതാണ് നബി തങ്ങൾ. ഈ രണ്ടായത്തുകൾ ഓതുന്നവർക്ക് കിട്ടുന്ന ഒരു ചെറിയ നേട്ടം പറഞ്ഞതാണ്. അത്രത്തോളം പവറുള്ള രണ്ടായത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ആയത്തിൻ്റെ പവർ എത്രയായിരിക്കും. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കാണാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫീ ലൈലത്തിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ രാത്രി, മിഅ്റാജിൻ്റെ രാത്രി നമുക്ക് റജബ് 27 രാത്രിയുണ്ടല്ലോ, അള്ളാനെ കണ്ട രാത്രി. ആ രാത്രിയെ വലമ്മ വസല ഇലാ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നപ്പോൾ, സിദ്റത്തുൽ മുൻതഹ അതുപോലെ ബൈത്തുൽ മഅ്മൂർ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയുണ്ടായല്ലോ. ആ സിദ്റത്തുൽ മുൻതഹയിലേക്ക് നബി തങ്ങൾ എത്തിച്ചേർന്ന സമയത്ത് അഅത സലാസത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 കാര്യങ്ങൾ അള്ളാഹു നൽകി. 3 സംഗതികൾ നബി തങ്ങൾക്ക് സ്പെഷ്യലായി പ്രത്യേകമായി നൽകി. അതിൽപ്പെട്ട ഒന്ന് അസ്വലവാത്തുൽ ഖംസ്, നമുക്കറിയാം 5 വഖത്ത് നിസ്കാരങ്ങൾ നബി തങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്താണ് വഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ. അവസാനത്തെ ആയത്താണ് ഞാൻ പറഞ്ഞ 2 ആയത്തുകൾ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്. ആമനർ റസൂൽ, നമ്മളൊക്കെ കേട്ടോ ആമനർ റസൂൽ. ആമനർ റസൂൽ എന്ന ആയത്തിൻ്റെ പവർ എത്രയാണെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന, വളരെ നിസ്സാരമായി കാണുന്ന ചില സംഗതികളാണ് റബ്ബ് വലിയ പവറുള്ളതായി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതി തരട്ടെ, ഒന്ന് പഠിച്ചു വെക്കോ, ജീവിതത്തിൽ പതിവാക്കോ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين صدق الله العظيم. ഈ രണ്ട് ആയത്തുകൾ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. നമുക്ക് വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റിയ ആയത്താണ്. ഞാൻ നീട്ടി വലിച്ച് ഓതിയത് തജ്വീദ് അനുസരിച്ച് ഓതിയത് അത് ഇങ്ങനെ തന്നെ ഓതിയാലേ പറ്റുള്ളൂ, അങ്ങനെയല്ല, നമുക്ക് പറ്റുന്നത് പോലെ ഓതാം. പിന്നെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതാണ്, തജ്വീദൊക്കെ അനുസരിച്ച് ഓതണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നീട്ടി വലിച്ച് മണിച്ച് കുണിച്ച് അതായത് രീതിയിലും താളത്തിലൊക്കെ ഓതണമെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്ക് കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഓതിയാൽ മതി ഇല്ലേ. ഇപ്പോൾ യേശുദാസ് പാട്ട് പാടുന്നത് പോലെ എല്ലാവരും പാടണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, പറ്റുന്നത് പോലെയൊക്കെ പാടിയാൽ. ചില ആൾക്കാർ ബാത്റൂമിൽ കയറി പാട്ട് പാടുമ്പോൾ അവരാണ് ഏറ്റവും നല്ല പാട്ടുകാർ അല്ലെ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ. ഓരോരുത്തർ അല്ലെ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മൂളിപ്പാട്ടൊക്കെ പാടുക. എത്ര പാടാൻ അറിയാത്തവരാണെങ്കിലും എന്ത് ചെയ്യും, ഒന്ന് മൂളിപ്പാട്ടൊക്കെ പാടും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാട്ട് അതിങ്ങനെ എന്ത് ചെയ്യും, അവരുടെ ശൈലി രാഗവും ട്യൂണും ഒക്കെ അതാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നല്ല രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക. ഇനി എല്ലാം വലിയ നമ്മുടെ ഹറമിലെ ഇമാമിയങ്ങളൊക്കെ ഓതുന്ന പോലെ തന്നെ ഓതണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യുക, അത് അവർക്ക് അള്ളാഹു കൊടുത്ത നിയമത്താണ്, അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമാണ് അല്ലേ, ഔദാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് പറ്റുന്നത് പോലെ ഓതുക. പക്ഷേ തജ്വീദ് പാലിക്കുക, നിയമം പാലിക്കുക എന്നുള്ളത് എന്താണ്, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുകയാണ്. അപ്പം കഴിവിൻ്റെ പരമാവധി മണിക്കാനും നീട്ടാനുള്ളിടത്തൊക്കെ മണിച്ച് നീട്ടൊക്കെ ഓതി തന്നെ അള്ളാഹു സ്വീകരിക്കും ഇല്ലേ. ഫത്തഖുല്ലാഹ മസ്തതാഅ്തും ഖുർആൻ അങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അള്ളാഹിനെ സൂക്ഷിക്കുക എന്നാണ്. എന്ത് ചെയ്യുക, ഈ രണ്ടായത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ, ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ കാര്യം ഏറ്റെടുക്കും എന്ന് മാത്രമല്ല, എന്ത് ആവശ്യമാണോ ഇത് ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിക്കുന്നത് അള്ളാഹു ആ കാര്യം നടത്തി കൊടുക്കുന്ന. ഈ രണ്ട് കാര്യം മതി, ഈ രണ്ട് ആയത്ത് മതി ആ കാര്യത്തിൽ. അന്ന മൻ ഖറഅൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, ആരെങ്കിലും ഒരാൾ ഈ രണ്ട് ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ ഈ രണ്ട് ആയത്തുകൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പാരായണം ചെയ്താൽ കഫത്ത, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ രണ്ട് ആയത്തുകൾ കൊണ്ട് അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, മതിയാക്കുന്നതാണ്. എത്ര, അതായത് നോക്ക്, അന്നഹുമ തുക്ഫിയാനിഹി ജമിഅ മുഹിമ്മാത്ത് ദുനിയ വൽ ആഖിറ, ആ രണ്ട് ആയത്തുകൾ കൊണ്ട് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മുഖ്യമായ സംഗതികൾ പോലും നടന്നു കിട്ടുമെന്ന്. എല്ലാ കാര്യങ്ങളും, ഇന്ന കാര്യം ചെറുതൊന്നും നിസ്സാരമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും വലുതൊക്കെ എന്ത് ചെയ്യും, നടന്നു കിട്ടും. ഇപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ടെൻഷൻ, ബാക്കിയുള്ള സാമ്പത്തിക, ശാരീരിക, മാനസിക ഒക്കെ ഇടങ്ങേറുകൾ കഴിയുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു പരിഹാര മാർഗ്ഗമാണ്. പക്ഷേ അത് ജീവിതത്തിൽ പതിവാക്കൂലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ പവർഫുള്ളായ രണ്ടായത്തുകളാണ്. മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, നമ്മുടെ ജീവിതത്തിലും പതിവാക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റുകളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകളൊക്കെ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ ദുആ ഇറക്കാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.